അപ്പോൾ ഞങ്ങൾ മക്കളെ ഇത് കേക്ക് മുറിക്കാൻ പോണ്. അപ്പോൾ 17 വയസ്സായി നമ്മുടെ കുട്ടിമൾക്ക്. അൽഹംദുലില്ലാ ഇനി ഇവിടുന്ന് അങ്ങോട്ടും പൂർണ്ണ ആരോഗ്യത്തോടെ അപ്പൊ നല്ല വലുപ്പത്തിലുള്ള നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. എവിടെ അവിടെ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ചൂടൊക്കെ കൂടുതലായി വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതെ, ഇന്നലൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിലും ഇന്ന് ചൂട് കൂടിയിട്ടുണ്ട്. ഇന്നത്തെ നോമ്പിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് ഇന്ന് നോമ്പിന്റെ സ്പെഷ്യൽ എന്താ വെച്ചാല് ഇന്നൊരു സ്പെഷ്യൽ എന്താ, കുട്ടിമോന്റെ ബർത്ത്ഡേ ആണ്. അൽഹംദുലില്ലാ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നാടൻ ഐറ്റംസ് ആണ്, എന്നാലും അപ്പൊ 17 വയസ്സായില്ലേ? 17 വയസ്സിന് നീട്ടി തെറ്റേ നമ്മുടെ മക്കളെല്ലാരും ഓരോ വയസ്സ് കൂടുന്തോറും നമ്മള് ഓരോ വർഷം കഴിയാണ്. വയസ്സും കണ്ടു വരില്ലല്ലോ, വയസ്സ് ഓരോ വർഷം കഴിയണം. അപ്പൊ നമുക്ക് ടെൻഷനാണ്. നമ്മളെ കുട്ടിക്ക് 17 വയസ്സായി, വലിയ കുട്ടിയായി അല്ലേ? അപ്പൊ അള്ളാഹു വയസ്സിന് നീട്ടി തെറ്റ, ആരോഗ്യം തെറ്റേ. ശരിക്കും നമ്മളെ മതത്തിൽ അങ്ങനെ പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അങ്ങനെ ഒന്നും ഇല്ല, ആഘോഷിക്കാൻ പാടില്ല ശരിക്കും. ബർത്ത്ഡേ ആഘോഷിക്കാം, നമുക്കൊരു മധുരം കഴിക്കണതിനൊന്നും തെറ്റില്ല. ഓവറായിട്ട് ഉണ്ടല്ലോ, എന്താണ് ആർപ്പും വിളിയും ഒരേ അനാചാരങ്ങള്, അത് ശരിയല്ല. അല്ലാതെ ഒരു കേക്ക് കൊടുങ്ങാണ്ട് ഒരു സന്തോഷത്തിന് ഒരു കേക്ക് കൊടുന്ന് ഭക്ഷണം കട്ട് ചെയ്ത് തിന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലാതെ നമ്മള് എന്താണ് എല്ലാരും വിളിച്ചെത്തി അങ്ങനൊന്നും ചെയ്യണം. നമ്മൾ വേറെ രീതിയിലും ചിന്തിക്കണ്ട. കുട്ടികളെ ഒരു സന്തോഷം, ഒരു മധുരം കഴിക്കാത്തതിന് ചിന്തിച്ചാൽ മതി. അങ്ങനെ രീതി നമ്മൾ ചെറിയൊരു കുഞ്ഞു കേക്ക് പറഞ്ഞിട്ടൊരു കേക്ക് മുറിക്കുന്നുണ്ട്. പിന്നെന്താണ് നല്ല വെയിലാണ് അടിയിൽ. ഇവിടെ ഔത്തൊക്കെ എന്തോ ഒരു ചൂടാന്ന് പറയുമ്പോ ഇങ്ങലാണ്. ഫാനിന്റെ കാറ്റൊക്കെ ഭയങ്കര ചൂടുള്ള കാറ്റാണ്. അതെ, ചില നേരം തോന്നും ഫാൻ നിർത്തിയാലും സ്വസ്ഥത കിട്ടുമെന്നൊക്കെ തോന്നിപ്പോ. അയ്യത് ചൂടാണ്. പിന്നെ ലൈറ്റ് ഒന്നും ഇടാനേ പറ്റില്ല. ലൈറ്റ് തോന്നുന്നു, ലൈറ്റ് ഇട്ടിട്ടാണ് ചൂട് തോന്നുന്നു. അപ്പൊ എന്താണ് നിങ്ങളൊക്കെ വീട്ടിലത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് പറയുന്നത്? പിന്നെ അപ്പൊ കുറച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാത്തൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. കടിയും എല്ലാം കാണാം. ഇന്ന് എന്താ സ്പെഷ്യൽ എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കണത് കേട്ടാ. നൂൽപുട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എന്നുവെച്ചാ പത്തിരി അങ്ങനെ വല്ല ഇഷ്ടമല്ല, തിന്നും ഇഷ്ടമല്ല എന്നല്ല, ഉണ്ടാക്കി തിന്നും. ഓൽക്ക് അങ്ങനെ ഞാൻ അത് തിന്നൂല എന്നില്ല. പക്ഷെ താല്പര്യം ഇങ്ങനത്തെ കടിയാണ്. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നൂൽപുട്ട് ഉണ്ടാക്കാന് നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇടിയപ്പം. അപ്പൊ ഇത് എങ്ങനെ ആക്കി ഓരോ കുട്ടിക്ക് ഇടാൻ വേണ്ടി. പിന്നെ ചിക്കനായിട്ട് ഞാന് കുട്ടികള് തിന്നാത്തൊരു കറി അല്ല ഉണ്ടാക്കിയ തിന്നൂല, അല്ല കുട്ടികള് ഇതിന് മുമ്പ് കഴിക്കാത്ത കുട്ടികൾ മനസ്സിലായി. അല്ല, ഇവിടെ വീഡിയോ കട്ട് ചെയ്തിട്ട് എന്താ വെച്ചാല് മാളോട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യില്ല, വരുമ്പോ അവിടെ കട്ട് ചെയ്യും. ഇത് എന്താ എടുത്തൊക്കെ ചോദിക്കും. ഇത് സൗകര്യമില്ല നമുക്ക്, ഷോറൂമും വേറെ. ഈ ഒരു അരിബക്കറ്റ് ഉണ്ട്, ഈ ഒരു അരിബക്കറ്റില് അരി ഇടണം, എന്തെങ്കിലും സാധനങ്ങളുടെ അതും താത്തണം. പിന്നെന്താ വെച്ചാല് മേലെ കൊടുക്കാൻ വെച്ച എറുമ്പൊന്നും വരുന്ന നമ്മളറിയില്ല. ഇതിന് എറുമ്പ് വരാൻ പറ്റിയ സാധനങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ തന്നെ വെച്ചാൽ ഇടക്കിടക്ക് നോക്കി എറുമ്പ് വന്നിക്കണാച്ചിട്ട് പൊടി പിന്നെ ഒന്ന് എടുത്ത് പിന്നെ നമ്മള് സ്ഥലം മുടക്കാണ് ഇവിടെ ഇങ്ങനെ വെച്ചാല്. പഞ്ചസാരൊക്കെ ഉള്ളതല്ലേ. ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. വേറെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞടിക്കൂട്ടി ഇവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാനാണ്. അപ്പൊ നമ്മുടെ അടുക്കള എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ നമുക്കിത് വലിയ നിധിയാണ്. എങ്കിലും കൂടിയിട്ട് ഇപ്പൊ നമുക്ക് കഴിയൂല. എങ്കിലും കൂടി ഭാവിയിൽ ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട്. എന്താന്ന് വെച്ചാല് അല്ലേ, ഈ കാണുന്ന ചുമരിന്റെ അപ്പുറം ഒരു ബാത്റൂമാണ് പുറത്ത്. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ഡോറ് തുറന്നിട്ട് കുറച്ച് സൗകര്യപ്പെടുത്തിയാൽ നമ്മുടെ ഇതേപോലുള്ള സ്റ്റോറിന്റെ സാധനങ്ങൾ, അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടാം. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നിട്ട, വൃത്തികളൊന്നുമില്ല. അപ്പോൾ ആ ബാത്റൂമാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതിന് പകരം ഒരു ബാത്റൂം ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു ബാത്റൂം ഒപ്പിച്ചുണ്ടാക്കണം. കുറച്ച് പൊട്ടലിനും ഇതൊക്കെ ഒപ്പിച്ച് കണ്ട് ഇങ്ങനെ ഷീറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ട്. നമുക്ക് ആഗ്രഹിക്കാലോ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ പറയണ്ട, എന്തെങ്കിലും കിട്ടാനും വേണ്ടി പറയണേ.
ഞമ്മക്ക് എന്ത് കിട്ടാനാണ്? നമ്മള് നയിച്ചെങ്കിൽ നമ്മള് തിന്നാ. ആര് തന്നാലും ഞമ്മക്ക് തികയില്ല മക്കളെ. ആര് എന്ത് തന്നാലും ഇനിയിപ്പോ ഓരോ ഗിഫ്റ്റ് വരുമ്പോ ഓൽക്ക് അതുകൊണ്ടാണ് ഓല് ജീവിക്കണേ. ആരോ പെരിയിലൊരാണുണ്ടെങ്കിൽ ആ ആണ് നയിച്ചാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. തീർച്ചയായിട്ടും അള്ളാഹു അതിനുള്ള ബർക്കത്തിന് എല്ലാ ആളുകൾക്കും കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ല നമുക്ക് ഒരാളൊരു നല്ലൊരു സാധനമായി തന്ന് ഗിഫ്റ്റ് തന്നു വെച്ചിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇല്ലാത്തവർക്ക് കൊടുത്തൂടെ. ഒരു പെരയില് ഒരു പെര കഴിഞ്ഞു കൂടണമെങ്കിൽ ഒരുപാട് ചെലവുകളുണ്ട്. അതാരെയും കൊണ്ടു തരുമോ? നമ്മൾ കഴിച്ചണ്ട. അപ്പൊ അതൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ എപ്പോഴും പറഞ്ഞാണ് നമുക്ക് സ്റ്റോർ റൂം വേണോ. ഇതിവിടെ ഉണ്ടാക്കിയത് വെറുതെ ആയിട്ട് ചേട്ടാ. അല്ലെന്നില്ല ഇതിനുള്ള ഉപകാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ കുറെ കച്ചറായിട്ട് തട്ടാലോ. പിന്നെ വായനകൾ അടച്ച ആരും അറിയില്ല. അതുപോലെ ഫ്രിഡ്ജൊക്കെ ഇവിടുന്ന് പോയാലേ നമുക്കൊന്നും സൗകര്യം, നമുക്ക് വേറെ അടുക്കള ഈ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് സൗകര്യക്കുറവുണ്ട്. അതെ, അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പഠിച്ചോ വലിയോനല്ലേ എന്തെങ്കിലും അതിനുള്ള ആവതന തെറ്റാണ്. അപ്പൊ ഞാന് ഇന്ന് ഉണ്ടാക്കണ എന്താ അറിയോ? ചിക്കൻ സ്റ്റൂ ആണ്. സ്റ്റൂ അതിനുള്ള സാധനങ്ങൾ തയ്ച്ചു വെച്ചിട്ടുണ്ടാ. അപ്പൊ ഇന്നത്തെ ഐറ്റംസിന് വേണ്ടി ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, ഡ്രൈ മസാല, പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്യാൻ വെച്ചാണ് ഉരുളക്കിഴങ്ങ്, പിന്നെ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലാണ്. പിന്നെ കുരുമുളക് പൊടി, ഒരു ഇത്തിരി ഗരം മസാല, അത്ര ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാൻ പോണേ. ഇത് നൂൽപുട്ട് ഉണ്ടാക്കണം. ഈ ആളിപ്പോ ഉറങ്ങോന്ന് വിളിച്ചിരിച്ചു കൊടുന്നാണ്. നല്ല ഉറക്കുന്നു. ഞാൻ അതിന്റെ മുന്നേ നല്ല ഉറക്കം ഉറങ്ങി നീച്ചതാണ്. ഞാൻ അതിന്റെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് ഒരു 11:30 ഉറങ്ങിയിട്ട് 11:30 ഒരു 3:30 ആവും എണീറ്റപ്പോ. 2:15 അല്ല 3 മണി വരെ 3 കുറച്ച് കൂട്ടിട്ട് എന്ത് പറയുമ്പോ ശ്രദ്ധിച്ചോണ്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇടും, മഞ്ഞപ്പൊടി ഇടും. നല്ല അടിപൊളി ഗരം മസാല. ഉറക്കത്ത് കണ്ടോ? തോന്നി 3:15. 2:15 അപ്പൊ എന്നാ കണ്ടോളിട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു. കൊറേ ബിസൈക്കണേ. ഇത് ഉണ്ടാക്കണം ബിസ്. നോമ്പിന്റെ മുന്നേ ഉണ്ടാക്കാൻ വിചാരിച്ചാണ്. പക്ഷെ ആട് ഉണ്ടാക്കൂല. എത്തിപ്പെട്ടത് എന്നാണ് നമുക്ക് ഓരോന്ന് കണക്കാക്കലുണ്ട്. കഴിഞ്ഞ നോമ്പിന് ശേഷം ഉണ്ടാക്കിയത് സംഗതി പൊളിയാട്ടാ. അപ്പൊ ഇന്നാണ് ഇപ്പൊ ഉണ്ടാക്കിയത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് മസാല ഇട്ട്, ഡ്രൈ മസാല ഇട്ടിട്ടുണ്ട്. 3 ഏലക്കായി, 3 പട്ട, ചെറിയ കഷ്ണം ഇഞ്ചി. എത്ര നമ്മള് കറി വെക്കണ അതിനുള്ള ഭാഗത്തുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടുതലല്ല, വലിയ വെളുത്തുള്ളിപ്പോണേ. അത് 4 എടുത്തിട്ടുള്ളൂ. അതിന്റെ ഇതാണ് കറിവേപ്പിലുണ്ട്. അപ്പൊ ഉള്ളിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ വാടി വന്നപ്പോ ഉള്ളി ചെറുപ്പത്തില് ഉള്ളി വെള്ളം വേണം. ഉള്ളി അടിപൊളി. ഇതിന്റെ പേരെന്താ കറിയില്ല? ശരിക്കും ഇഷ്ടൂല. ചിക്കൻ ഇഷ്ടു. അപ്പോ അടിപൊളി കറി. ചിക്കൻ ഇഷ്ടു. അതുപോലെ തന്നെ ഇടിയപ്പം എന്നാണ് നൂൽപുട്ടും അടിപൊളി. ഒരു കവർ അപ്പൊ ഇനി തേങ്ങാപ്പാൽ വേണം. 1 പാലും 2 പാലും വേണം. തേങ്ങ ചെണ്ടിട്ട ലേശം അല്ലേ? ഫ്രിഡ്ജിൽ വെച്ചാലേ തേങ്ങ ചെല്ലിയ കുട്ടിക്കാൻ കുറെ മുന്നേ എടുത്ത് വെച്ച് തേങ്ങ പൊട്ടിച്ച വെള്ളണേ. നോമ്പായ കാരണം ഞാൻ പൊന്നിന് കൊടുക്കണേ. അല്ലെങ്കിൽ പൊന്നിന് ഒരു പൊടി പൊട്ടിട്ട് പോലും ഉണ്ടാവില്ല തേങ്ങ പൊട്ടിച്ച. ഒരു തുള്ളി കണി കാണൂല. അല്ലെങ്കിൽ ഇത് നോമ്പ് പറ്റില്ല പൊന്നോ. അത് എന്താ നോൽക്കുന്ന അറിയുന്നേ?
ഇന്നലെ നോൽക്കുന്ന അറിയുന്നില്ല. അല്ല കാരണം പറഞ്ഞാലേ വേണേ നോൽക്കാനല്ലേ, എന്തുകൊണ്ടാ നോൽക്കണെന്നുള്ളത്. അല്ല ഇന്നലെ നോമ്പൊന്നും നോൽക്കുന്നു പറഞ്ഞീന്നാ. ഇന്നലെ നോൽക്കാൻ നോൽക്കണില്ല തന്നെ. അത് ചതിയല്ലേ? ദിസ് ഈസ് എ ചതി അല്ലേ? ഇന്ന് നോൽക്കുവോ? പള്ളിയേക്ക് പോയിന്ന അവിടുന്ന്? അതെ, പള്ളിയേക്ക് പോയില്ല. നോമ്പുണ്ടായ പോകൂലേ? ആ ഓക്കെ, അതെ. അപ്പൊ ഇതിലാണ് തോന്നുന്ന പരിപാടി, ഇന്നത്തെ കലാപരിപാടി. എന്താ അറിയോ, ഇത് കൊറേ ദിവസമായി നോക്കി ഇങ്ങനെ ഇരിക്കണേ. അപ്പൊ അത് ചിന്തിക്കൂലേ ഇവര് എന്തെല്ലാം പണിയെടുക്കണേ, ഇന്ന ഒരു പണി മാത്രം ഉപയോഗിക്കുന്നില്ല, മാത്രമല്ല അവഗണിക്കണം. നോമ്പായതുകൊണ്ട് ഞാൻ ഇനി ഓൽക്കൊരു പണി കൊടുക്കാൻ വിചാരിച്ചിക്കാണ്ട് എടുത്തതാണ്. ഇത് കേൾക്കട്ടാ, നമ്മ തൊട്ടൊന്നും പറയാൻ പറ്റില്ല, പേടിയാവും. യൂട്യൂബിലൊക്കെ പോയി നോക്കിക്കാണ്ട് വരിക ഞാൻ എങ്ങനെ ഉപയോഗിക്കേണ്ടിന്നില്ലല്ലേ. അതെ, ഇത് ശരിക്കും ഈ വക സാധനമൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തായിരുന്നു. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സന്തോഷം അല്ലേ നമ്മളോ? പൈസ വാങ്ങൂല വാങ്ങൂല. ഇങ്ങനെ പടച്ച തമ്പുരാനെ, കൈമ കാവല്ലട്ടാ. ശരിടാ, ഇത് കണ്ടില്ലെങ്കിൽ തേങ്ങ ചിരണ്ടെങ്കിൽ അതിലുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം, ഇതിപ്പോൾ മാള് കാണിച്ചപ്പോൾ ഞാൻ കണ്ടത്. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ടുണ്ട്. പൊന്നു കൈകൾ തുണിയിടാ. നല്ല ഒന്നുകൂടി നല്ല ബ്രൗൺ ആയിട്ട് വരണം. നല്ല അടിപൊളി മണക്കി ഇട്ടിട്ടാണ്. പൊന്നൂര് നോമ്പ് കുറേ മണം അടിച്ചിട്ട് നോമ്പ് ഒന്ന് പൊന്നൂന് നോമ്പില്ല, നോമ്പ് നോച്ചിട്ടില്ല, ക്ഷീണം കാരണം അല്ലേ? ഉള്ളി എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ, ഉള്ളിയൊക്കെ എല്ലാം പരുവത്തിലായിട്ടുണ്ട്. വൈകി ചിക്കൻ ഉണ്ട് കേട്ടാ. ചൊവ്വല്ല, ഇന്നലെ തിങ്കളല്ല, ഇന്നലെ മോർണിംഗ് സ്കൂൾക്ക് പോയത്. അതെ, ക്യാരറ്റ് ആയിട്ടുണ്ട്. ഒരു 2 കിഴങ്ങ് വെട്ടി അല്ലേ ഇഷ്ടോക്ക്. അപ്പൊ ക്യാരറ്റ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതിൽ വെട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കാം. അവിടെ ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും മസാല നന്നായിട്ട് ഇളക്കിയിട്ട് കേട്ടാൻ എടുക്കുമോ? ഇല്ലല്ലോ, തേങ്ങൻ്റെ 2ാം പാലാണ് ഇതില്ലേ. അപ്പൊ തേങ്ങൻ്റെ 2ാം പാലാണ് ആദ്യം ഒഴിച്ചിട്ടുള്ളത്. 1ാം പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പാകത്തിന് ഇപ്പിട്ട് കൊടുക്കുക. നല്ല വേവട്ടാ. ഇതിന് ശരിക്ക് മസാലകള് എന്തൊക്കെ ഉപയോഗിച്ചപ്പോ അതും കൂടി കേൾക്കണല്ലോ ഞങ്ങക്ക്. കണ്ടില്ല നിങ്ങള്? ഉണ്ട്. അല്ല മുളക് പൊടി തീരെ ഉപയോഗിക്കൂല്ലോ. നേരത്തെ ഇട്ടാ മസാല തന്നെ മതില്ലേ? ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. എനിക്കതൊരു രസം കിട്ടി, എളുപ്പം എടുത്തേനെ, പെട്ടെന്ന് ആവൂല. അപ്പൊ എത്ര ചരണ്ടിക്കണേ. ഞാൻ പിന്നെ എന്ത് ചെയ്ത്, നമുക്കിപ്പോ നേരം വൈകിക്കണില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ചരമ്പാണ് ചരണ്ടിക്കാണ്ട് എന്താണ് കുറച്ച് ടൈമാണ്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ, എനിക്ക് അതിനെ പറ്റി അറിയില്ല. എന്താണ് ഈ ഗ്രൈൻഡർ ആക്കത്തിലല്ലേ തിരിയുള്ളൂ. പിന്നെ ബ്ലേഡ് എല്ലാം മൂർച്ചുള്ളതാണ്, പാളി പോകുന്നുണ്ട്. പിന്നെ കളക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി എരിവിന്. എരിവ് കൂടിയാലും പൊന്നൂനൊന്നും ബുദ്ധിമുട്ട് വരും. അപ്പൊ പിന്നെ എരിവ് ഓവർ ഉണ്ടാവില്ല. പച്ചമുളക് എരിവില്ലാത്തതാണ്.
ശരിക്കും ഇതിക്ക് ഏറ്റവും മാച്ച് ഈ പറഞ്ഞ മാതിരി നൂൽപുട്ട് തന്നെ ഇട്ടാ. നൂൽപുട്ട അടിപൊളിയാണ്. നൂൽപുട്ട വെള്ളപ്പം അതിന് അങ്ങനെയുള്ള ഐറ്റംസുകളാണ് ഏറ്റവും നന്നാവുക. വെള്ളം തിളച്ച് വേവട്ടെ. മൂടി വെച്ചു. ഇലക്ക റൗണ്ടാക്കി വെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത വെട്ട ഇത് ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കറായതാട്ടാ. നല്ല അലുമിനിയം അല്ല, അതുകൊണ്ടാണ് നല്ല ഇങ്ങനെ കറാവൂല. അപ്പൊ ഇതിന്റെ അളവിൽ എന്ത് ചെയ്യും, ഇതിന് കട്ട് ചെയ്യും. അതിന് വലിയ അപ്പാക്കിയാണ് ഒട്ടിപ്പിടിച്ചൂല. അതിന്റെ ഒട്ടിപ്പിടിച്ചു കട്ട് ചെയ്യും. അതല്ല, ഇത് വേണം വലുത്. അപ്പോ ഇങ്ങനെ ആകുമ്പോ ഈ ഇല വീണ്ടും യൂസ് ചെയ്യുമോ? അങ്ങനെ ഈ ഇല അല്ല, കരിയിലല്ലോ, ജസ്റ്റ് വാടണല്ലേ ഉള്ളൂ. ഒന്നും കട്ട് ചെയ്യണ്ട. അപ്പൊ നല്ല റൗണ്ടിലായി ഒരു ടൈറ്റായി ഒരു ഭാഗമില്ല. ഇതിക്ക് നമ്മൾ നൂൽപുട്ട ഉണ്ടാക്കുക. കറി ഒന്ന് വേവിക്കാൻ വേണ്ടിട്ട് ഉരുളങ്കിങ്ങതാ ഒന്ന് മേശാക്കാം അല്ലേ? മേശാക്കേ ചേർക്കുക, ഉടച്ചെടുക്കുക, കുത്തി ചേർക്കുക അല്ലേ? ഉടച്ചെടുക്കുക. അതിലിട്ട് തന്നെ ഉടക്കുക. ചൂട് വലിപ്പുണ്ടെങ്കിൽ ഇതാ. അതെ, ഇത് വലുതായതുകൊണ്ട് നിൽക്കണ്ട. നിങ്ങൾ ബാക്കി കൊടുന്നോട്ടെ. നമുക്ക് അപ്പൊ ഒന്നാം പാൽ ഒഴിക്കാൻ പോകണല്ലേ? ഒന്നാം പാൽ കുറച്ച് വെച്ചാൽ മതി. കുറച്ച് തരിക്കഞ്ഞിക്കും വേണം. കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കണം. തരിക്കഞ്ഞി അടിപൊളിയല്ലേ? നിങ്ങൾ ആരും തരിക്കഞ്ഞി ഉണ്ടാക്കുന്നില്ല? കമന്റിലൊന്നും കാണൂല. കുറച്ച് പഴയ ഉമ്മാരുള്ളടുത്തുണ്ടാക്കും. ഇത് പഴയ ഉമ്മ ആയിട്ടില്ല കേട്ടോ. അത് ഇത് എനിക്കിഷ്ടമാണ്. ഞാൻ അപ്പോൾ ഓൾക്കും ഇഷ്ടമാണ് തരിക്കഞ്ഞി. കുടിക്കുള്ളൂ മെയിനായിട്ട്. കുട്ടികളൊന്നും വല്ലാതെ താല്പര്യമില്ല. അതെ, ഐസും വെള്ളം, ജ്യൂസ്. അതെ അതെ. അപ്പൊ നന്നായിട്ട് തിളക്കാൻ പാടില്ല. ആവിയുടെ പൊന്തപ്പെട്ട് വേറെന്തെങ്കിലും വേണം. ഇനി തൂമ്പിക്കണം. മേലെ ലേശം ഗരം മസാല ഇങ്ങനെ ഇട്ട് കുടഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലിന് വേണ്ടിട്ടുള്ള ചപ്പിടണ്ടല്ലോ, മല്ലിയില ഇടണില്ല. നാടൻ്റെ തൂമിക്കല്ലേ? ഒന്ന് ജസ്റ്റ് തൂമിക്കാം. തൂമിക്കാൻ ചട്ടി വെച്ച്, ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലേ? എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കേട്ടില്ല, വേണമെന്നുണ്ടെങ്കിലേ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് കൂടൂലേ? അപ്പൊ ഇതും കൂടി താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ചിക്കൻ സ്റ്റൂ തയ്യാറാവും. ഇതാ ചട്ടി ഇവിടെ റെഡി ആയി വെച്ചിട്ടുണ്ട് നമ്മുടെ നൂൽപുട്ടുണ്ടാക്കാൻ. എനിക്ക് ഉള്ളിതാ ഓവർ മൂക്കണ ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്നും മൂക്കാൻ പാടും. ഇതിന്റെ ഒരു ഇതാട്ടാ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. റെഡി. അപ്പൊ മണത്തുമെന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, എല്ലാം ഓക്കെ ആണെന്നല്ലേ? അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ നോക്കട്ടാ അല്ലേ? അപ്പൊ എന്തായിരുന്നു നാരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇന്ന് നാരങ്ങൾ ഉണ്ടാക്കാം ഇൻഷാല്ലാ. അപ്പൊ നാരങ്ങൾ നമ്മളൊരു പഴയ ഒരു രീതിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് മുമ്പ്. ഒന്നുമല്ല, നാരങ്ങളാണ് മുമ്പ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള നാരങ്ങൾ. അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് ഈ ജ്യൂസ് ഒന്നും കുടിച്ചു. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് ഈ നാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഐസും വെള്ളത്തിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലുള്ള വീട്ടുകൾക്ക് പോയിട്ട് അതെ. അപ്പൊ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എന്താണ് ഫ്രിഡ്ജിലുള്ള വീട്ടിൽ ഐസും വെള്ളം വാങ്ങാനായിട്ട് പോയിന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്നാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് അറിയാലോ. ഏത് നൂൽപുട്ടി? അതിന്റെ ഉള്ളിലുണ്ട്. നമ്മളിതാ നൂൽപുട്ട് നിങ്ങളോടല്ല, നൂൽപുട്ട് നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാല് മേലെ ഇങ്ങോട്ട് പൊന്തൂല. വേസ്റ്റ് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൊടിപ്പടം ഇങ്ങനെ നിൽക്കൂല. അതിനുള്ള ഒരു വഴി ഞാൻ ചെയ്യണാണ് ഈ കരട്ടാ. ചെയ്യാത്തോലുണ്ടാവും. കാണട്ടെ. ഇങ്ങനെ നമ്മളൊരു അളുക്കിന്റെ മൂടിയോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം എടുത്തുക്കാണ്ട് ഇതിന്റെ അളവിന് വെട്ടിയിട്ട് എന്നിട്ട് നമ്മള്
പൊടി ഞാൻ ഇതിന്റെ പാകത്തിന് ഇങ്ങനെ ഉരുട്ടിച്ചാൽ എന്നാ പിന്നെ നല്ല സുഖല്ലേ. ഏകദേശം അതിന്റെ അളവിൽ ചെയ്ത് വെച്ചാണല്ലേ, കഷ്ണം കഷ്ണമായിട്ട്. അങ്ങനെ ആകുമ്പോ ആ പീസ് ഇട്ട എന്താ കാര്യം തന്നെ? കാര്യം എന്താ വെച്ചാല് ഇത്ര മതി, കുറച്ചതി ഇങ്ങനെ വെച്ചാല് നമ്മൾ നൂൽപുട്ട് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം ചുറ്റി കഴിഞ്ഞതിന് ശേഷം അത് തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ ഇതിന്റെ പൊടിയിൽ കയറും. ഇതങ്ങനെ കേറൂല, കേറൂല. അപ്പൊ ഫസ്റ്റ് റൗണ്ട് പൊടി കുറച്ചേരം കുഴച്ചിട്ട് ശരിയായില്ലേ, ടൈറ്റ് ആയിക്കണം. ആടയിക്കണം. കൊറേ നേരത്തെ കുഴച്ചോണ്ടല്ലേ. ഒരു ഇത് വന്നോ സ്റ്റാൻഡിങ് എടുക്കണം. ഇല്ല, ഒരു ചേര പിടിപ്പിക്കണ മൈക്കേ ചുമരുമ്പോ പിടിപ്പിക്കുക. അങ്ങനെ തിരിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു കയ്യായിട്ട് പിടിച്ചിറങ്ങാറാണ്ട. വേണ്ട, ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റൂല, പാത്രം വെച്ച് തിരിച്ചോണ്ടിരും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കണ്ട, അത്രയും വട്ടത്തില്. ഞാൻ എനിക്ക് ആ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അതാക്കി ഉണ്ടാക്കണ ഇഷ്ടമല്ല. എന്താ ഇപ്പൊ എടുത്തു നോക്കിയാലും ഇത്രേ വരുള്ളൂ. മറ്റേ എത്ര ഉണ്ടാവില്ല അറിയോ, ഇത്ര അട്ടിക്ക് ഉണ്ടാവും. അത് മാറി കിട്ടും. അപ്പൊ ഈ ഐഡിയ അറിയാത്തവരുണ്ടെ ഒന്ന് പരീക്ഷിച്ചാലേ അതുണ്ടാവും. അതെ, അറിയണോല്ലോ. എന്താ വെച്ചാല് ഇതിപ്പോ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിരിക്കണേ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ആവുന്നൊക്കെ. അപ്പൊ അത് കണ്ടോൽക്ക് അറിയും. ഇത് ഞാൻ ഇപ്പൊ വീഡിയോ കണ്ടോന്നല്ല, എനിക്ക് ആരോ എന്റെ കൂട്ടുകാരികൾ ആരോ പറഞ്ഞു തന്നാണ് ഓർമ്മയുണ്ട്. പിന്നെ അതിന്റെ ശേഷം വീഡിയോയില് കണ്ടും ചെയ്തില്ലേ. അപ്പൊ ഇതിന് എട്ടിച്ചെമ്പിന്റെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ, സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞതിന് ശേഷം വെക്കല്ലേ. ഈ 2 തട്ടേനുള്ളൂ ഈ പരിച, മോഡലിന്റെ പരിച. ഇതേറ്റ് പരിചയമായിട്ട് ഉണ്ടല്ലോ മറ്റേ പറക്കുംതളയില് കൊച്ചിൻ ഹനീഫയൊക്കെ ആ പുടുത്തുണ്ടായിമേ വലുതുമ്പോ പുടുത്തുണ്ടാവും. എന്നിട്ട് കൊച്ചിൻ ഹനീഫ അതിന് തടുക്കുന്നുണ്ട് കോയമുട്ടയൊക്കെ എറിയുമ്പോ. ദിലീപും സിഐ ന്യൂസിലാണ്. സിഐ ന്യൂസിലാണല്ലേ. അല്ലല്ല, പറക്കുംതളയില് കൊച്ചിൻ ഹനീഫാന്റെ വീട്ടിലെത്തൂല ഒരു രാത്രി. പാവം. തിളച്ചിട്ടുണ്ട്. രണ്ടിഞ്ച പീസാണല്ലേ. പിന്നെ സ്റ്റീലിന്റെ മറ്റേ തട്ടൊക്കെ ഉള്ളത് അതിനൊന്നും ആവശ്യമില്ല, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടുണ്ട്, നമ്മൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ. സംഭവം ഒരു ഫോണെന്ന് ഓന്റെ ആൾക്കാരും വിളിച്ചു തുടങ്ങി. നമ്മളെ പൊന്നുവിന്റെ നേരത്തെ പറയണ്ടേ, എന്റെ ഫ്രണ്ടിനെ വിളിച്ചണമെന്നൊക്കെ പറയണ്ടേ. ഈ വെള്ളം എന്തിനാ? എനിക്കുള്ള കോളാണ്. ഇപ്പൊ ഉണ്ടാക്കിച്ചാലേ ആ നേരെ വെച്ചുകൊണ്ട് അപ്പൊ റെഡിയാ. ഇത് 1-ാം പാല, 2-ാം പാല, 3-ാം പാല, 4-ാം പാല? 2. 2-ാം പാല ഒഴിച്ചിട്ട് തരിക്കുന്നില്ല. അത് മതി. കുറച്ച് ബാക്കി നമ്മളിങ്ങനെ കുറച്ച് തറാവി കഴിഞ്ഞിട്ട് കുടിക്കാം. അതെ, എങ്ങനെ 2-ാം പാല് നമുക്ക് ആവശ്യം എത്ര വെള്ളം വേണ്ടിച്ചാല് ആ 2-ാം പാലില് ആ വെള്ളം വെക്കുക. പിന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് ആ 2-ാം പാലില് കൊടുക്കണം. അത് കുറച്ചെടുത്ത് ഇതിന് ആവശ്യം ഇട്ട് കൊടുക്കാം. തളക്കട്ടെ. അപ്പൊ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പുട്ടും ഇല്ലാത്തോണ്ടേ നല്ല സുഖമാണ്. ഈ ഇല ഇങ്ങനെ വെക്കണോണ്ട് ആയിട്ട് ഇങ്ങോട്ടല്ലേ. എന്നിട്ട് നേരെ അയറണ്ട് എടുക്കുക. എങ്ങനെയുണ്ട്? സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ അല്ലേ, കൈ പൊള്ളരുത് കേട്ടാ. അടുത്തത് റെഡി ആയിട്ടുണ്ട്. നേരെ മറച്ചില്ല, അയല ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, സിമ്പിൾ. ആ പരിചയം അങ്ങോട്ട് എടുക്കണ്ട. ഇനി ആ പരിചയം എടുക്കണ്ട. തിളച്ചില്ല. ഞാന് 2 ശേൽക്കുണ്ടാക്കും. എങ്ങനെ? ഞാനേ 2 ശേൽക്കുണ്ടാക്കല്ലേ. ആദ്യം തോന്നിച്ചിട്ടാണ്ടോ ഉണ്ടാക്കും, തോന്നിക്കാതെ ഉണ്ടാക്കും.
കുറച്ച് ഇട്ടിട്ടാണ് അപ്പൊ ഒരു idea കിട്ടും. ടൈറ്റ് ആവുന്നു. കുറുന്നനായി കഴിഞ്ഞാൽ കരിക്കഞ്ഞി പോയി, അതിന്റെ ടേസ്റ്റും പോയി, അതിന്റെ ചുവപ്പും പോയി. അതെ, കുറച്ച് ടൈറ്റ് ആവാൻ പാടില്ല. ഇങ്ങനെ എന്നാ ടൈറ്റ് ആഴ്ച രണ്ടാമതൊന്നും ചെയ്യാനും പറ്റൂല അല്ലേ? വെള്ളം നീട്ടി ആ വെള്ളം വേറെ നിൽക്കും. ഇങ്ങനെ മനസ്സിലാക്കലല്ലേ പാകാണോന്ന്? ഒരു സ്പൂൺ വേണം. സ്പൂൺ ഇട്ട് കൊടുത്താൽ അടിക്കാൻ ചിലപ്പോൾ ഏറില്. അല്ല ഇത് പാകാളെ കണ്ടിട്ട് അത് തേങ്ങാപ്പാൽ അവർ സ്പൂൺ ഇട്ടാൽ തേങ്ങാപ്പാലും വരാളല്ലേ മതി. ഓക്കെ, ഇതൊക്കെ ഇതൊന്നും നോക്കണ്ട. ഈ ഗ്യാസ് അടുപ്പിതാ ആണ് ദൂരമായിട്ട് എൻ്റെ കജ്ജടിയുണ്ട്. അത് പൊതുവേ കയ്യിന് കടച്ചിലുള്ളതാണല്ലോ. അത് നമ്മളെ കൈ കുഴഞ്ഞു പോവാം. അപ്പൊ ഇതിങ്ങനെ ആവട്ടെ. അപ്പൊ നമുക്ക് ഇങ്ങനെ മറിച്ചിടണമെങ്കിൽ മറിച്ചും ചെയ്യാം. നല്ല രസമല്ലേ കാണാന്. ഇത് ഒരാൾക്ക് ഇതാ ഇത് ഒന്ന് തിന്നാൽ തന്നെ അതെ ഒന്ന് മതി. അത്രയും വലിപ്പമുള്ളതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഡ്രൈ നല്ല പച്ച പോലെ ഒന്നുമല്ല, നന്നായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസിയോ അങ്ങനെയുണ്ടല്ലോ. അതെ അതെ പാകാണല്ലേ. കുറുന്നനായ അത് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് പാൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാലല്ലേ? ഇത് തണുക്കാൻ പാടില്ല. പഞ്ചസാര അങ്ങനൊന്നുമില്ലല്ലോ അല്ലേ? ആവശ്യത്തിന് തോന വേണ്ടാതെ പിങ്ക് മാവ് കുറച്ച് ഷുഗർ ലേശം ഇല്ലാന്നുള്ള രീതിയിലോട്ടുള്ളൂ. ഒരു നുള്ള് ഉപ്പ് ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കട്ടെ. കൂടുതൽ ആവശ്യമില്ല. ഇതൊന്നെ ചൂടായതിന് ശേഷം തൂമിക്കല്ലേ, അങ്ങനല്ലേ? ഇതിപ്പോ നമുക്ക് കറക്റ്റ് പാകം കിട്ടിയില്ലേ? ഇനിയിപ്പോ നമുക്ക് ടൈറ്റ് ആയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിന്റെ ആ ടേസ്റ്റ് പോയി അത് രണ്ടായിട്ട് മാറും. പച്ചളച്ചോയാവും. ആ വെള്ളം വേറെ നിൽക്കും, മേലെ നിൽക്കും ചെയ്യൂലേ? തരി തായി നിൽക്കും. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കറക്റ്റായി ചെയ്താൽ ഒന്നായിട്ട് നന്നാവും. ആദ്യം തന്നെ വെക്കണ വെള്ളം അതെ ആ പാകത്തിന് വെക്കണം. അപ്പൊ ഇതൊന്ന് തൂമിക്കാം. താളിക്ക അതേതുണ്ട്. അപ്പൊ നല്ല മിൽമ നെയ്യാണ് കുറച്ച്. മിൽമ നെയ്യ് രണ്ടിനെ 6 kg ഉള്ളവർക്ക് 6 kg ഇടാം. നെയ്യായാൽ മതി. അണ്ടി മുന്തിരി ഇടണമെങ്കിൽ അവിടെ ഉണ്ട് എടുത്തിട്ട് ഇടണം. ആണെന്നില്ല ബിരിയാണിക്കാണ് ആവശ്യമില്ല, ഇതിക്ക് ആവശ്യമില്ല. എന്നിട്ടോ ഈ അണ്ടിപ്പരിപ്പ് ഇതാ വലിയതാക്കിട്ടാല് പകുതിയാക്കിട്ടാല് കുറച്ചിട്ടാ മതി. ഇത് അൽഹംദുലില്ലാ നമ്മൾ കിറ്റിട്ട് കിട്ടിയതാട്ടോ. അല്ലേ ഇപ്പൊ നമ്മളിത് വാങ്ങിടൂല. അൽഹംദുലില്ലാ ഇതിന്റെ കൂലി ഓൾക്ക് കൊടുക്കണേ അല്ല. ഞാൻ മനസ്സറിഞ്ഞില്ല. നല്ല ഇഷ്ടമാണ് അണ്ടി മുന്തിരി അതൊക്കെ. നമ്മള് പൈസ കൊടുത്ത് വാങ്ങും, പക്ഷെ നമ്മള് കയ്യായിട്ടില്ല, നമ്മള് വാങ്ങൂല. നെയ്യിലിട്ട് കാണ്ട് ചെറിയ ഉള്ളി ഇങ്ങനെ വാട്ടുമ്പോണ്ട് അതൊരു സ്മെല്ല് തന്നെ. അപ്പൊ അതിന്റെ ഇടയിൽ അടുത്ത റൗണ്ട് നൂൽപുട്ടായിട്ടില്ല. ഈ വലുപ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ടല്ലേ പെട്ടെന്ന് കഴിയോ? മറ്റേ ഇങ്ങനെ കളിച്ചിരിക്കേണ്ടി വരും. നല്ല മോഡൽ ഇതൊക്കെ നല്ല മോഡലാണല്ലേ. ഇതിന്റെ ഈ കുടുത്തത് അവിടെ നിന്ന് പോയതാണ്. ഇടാനൊരു ഐഡിയ ഉണ്ട്. ഇതിന് മൂടില്ലേ നമ്മളെ സെവൻത്തിലൊക്കെ മൂടി എന്നെ സ്കൂളിൽ തിരിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് കല്ലിപ്പളുണ്ടാവും. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് തട്ടാനായില്ലല്ലോ. അതിൻ്റെ ആവശ്യം എടുത്ത് മാറ്റാൻ സുഖം മുറിക്കാതെ. കരിവേപ്പിൻ്റെ ഇല അണ്ടി മുന്തിരിയൊക്കെ ഉണ്ട്. വേറെ വസ്ത്രം അതിലിട്ടാണ് വസ്തുക കയ്യിലോട്ടുണ്ട്. അടിപൊളിയായിട്ടാ ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാക്കണം. മറ്റേ ഞാൻ ഉള്ളിലേക്ക് ആദ്യം തോന്നിച്ചു ഇരുന്നുകൾ ഒന്നും ടൈറ്റ് ആവുമായിരിക്കും അല്ലേ ചൂടാറുമ്പോ. അപ്പോ മൂടി വെച്ചില്ലേ അത് റെഡി.
അപ്പൊ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നൂൽപുട്ട് എന്ന് പറയുന്ന ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക് ഇപ്പോൾ വരട്ടാ അല്ലേ? ഞാൻ കുറച്ച് റീൽസ് ഒക്കെ എടുക്കാണ്ട് അതിന്റെ ലൈനും വേണം. ആശ്രയിക്കാനുണ്ട്. വരട്ടാ. അപ്പൊ ഒരു മനസ്സമാധാനം ഇല്ല. അതെ അതെ. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നൂൽപുട്ടി എന്ന ഇടിയപ്പം ഇവിടെ റെഡിയാണ്. നൂൽപുട്ട് എന്ന ഇടിയപ്പം. ചിക്കൻ ഇഷ്ടു എനിക്ക് ഇവിടുന്നല്ലേ? ഫ്രൂട്ട്സ് വെച്ചൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ ഇപ്പൊ ഓറഞ്ചിനെ കൊടുക്കുന്നുണ്ടാവോ? അടിച്ചു മാറ്റി രണ്ടെണ്ണം കൊണ്ടോ? എന്നോട് അവിടെ ഫ്രൂട്ട്സ് ഓളപ്പാക്ക് ഫ്രൂട്ട്സിന്റെ വണ്ടിയിലെ പണിയാണ് ബാവ കക്കാണ് ഫ്രൂട്ട്സ് അടിച്ച് മാറ്റാൻ പറയണത്. കൊടുന്നു തരുവോ? ഓള ഒന്നും കൊടുന്നു തരൂല നമ്മക്ക്. ഓളപ്പ തരും നമ്മക്കില്ലേ? ഓളപ്പ നമ്മക്ക് കൊറേ നമ്പൂതിരികളൊക്കെ ഉണ്ട് ഇവിടെ. ബാങ്ക് കൊടുക്കാൻ മിനിറ്റുകൾ ബാക്കിയുള്ള നമ്മൾ ജസ്റ്റ് ജ്യൂസ് ഉള്ള ഫ്രൂട്ട് കാര്യങ്ങൾ കഴിച്ച് തരിക്കഞ്ഞി കൊണ്ടുവരണ്ട്. അപ്പൊ തരിക്കഞ്ഞി ഉണ്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ മേലെ പാറി നടക്കും, നമ്മളെ പഴയ രൂപം. ഓക്കെ മാള് നോമ്പ് കുറിച്ചാ? നോമ്പ് പറഞ്ഞില്ലേ? കുഞ്ഞു നോമ്പ് പറഞ്ഞാ ഇല്ല? നോമ്പ് പറഞ്ഞാ അല്ല ഈ ചേറും തരുമുണ്ട്. നോമ്പറക്കണം എല്ലാവരും. ഇപ്പൊ ബാങ്ക് കൊടുത്ത് ഇരുന്നില്ലേ? ബാങ്ക് കൊടുത്തിട്ട് നോമ്പറക്കും നല്ല കിട്ടിയില്ല അല്ലേ? അപ്പൊ ബാങ്കിന്റെ കൂലി തിന്നോ? ശരിക്കും ഒരു ചോദ്യമാണല്ലേ ഈ മുക്രിയാൾ നിങ്ങളെ ബാങ്ക് കൊടുക്കുമ്പോ നോമ്പറക്കലേന്ന്. ഉള്ളി ചിലപ്പോ ആദ്യം ഒരു ബാങ്ക് കേട്ടിന് ശേഷം നോമ്പ് മുറിച്ചതിന് ശേഷം നിങ്ങളെ ബാങ്ക് കൊടുക്കുന്നത്. അങ്ങനെ ആവാലോ. ഞാൻ നാരങ്ങള കൊറേ ആയിക്കണം കുടിച്ചിട്ട്. ഞാൻ തലപ്പത്ത് ഈത്തപ്പഴം വെക്കുക, ഒരു മാങ്ങ കൊടുക്കുക, മാങ്ങ കൊടുക്കാ എങ്ങനെയും ചെയ്തോട്ടെ. അപ്പൊ മൈക്കില് ആവശ്യമുള്ളവരുണ്ടാ? മധുരം കുറവുണ്ട് കേട്ടാ, മധുരം കുറവുണ്ട്. കുഴപ്പമില്ലല്ലോ. അടിപൊളി എങ്ങനെയുണ്ട് റെസിപ്പി? ഫീഡ്ബാക്ക് പറയും. ഞാൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടില്ല, കുറുമ ഉണ്ടാക്കിയിരുന്നത്. ഇത് സ്റ്റൂ ആണ്. അത് സ്റ്റൂള്. അതും പറയണില്ല. എങ്ങനെയുണ്ട് മോനെ? ചിക്കൻ സ്റ്റൂ. കുട്ടിയാ ഇന്ന് ബർത്ത്ഡേ ഉണ്ടോ? കുട്ടിമോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കുട്ടിമോന്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് ഇടിയപ്പം സ്റ്റൂ വെച്ചിട്ട് പറയും. ഇന്ന് കുട്ടിമോന്റെ ഡേ ആണ്. കുട്ടിമോന്റെ ഡേ ആണ്. മോന്റെ ദിവസമാണ്. ഓൻ ജനിച്ചീസം മോന്റെ ദിവസമാണ്. മോന്റെ ദിവസം അറബി മാസം കൊണ്ട് ആവണുള്ളൂ. എല്ലാരും ദിവസമാണ്. അല്ല ഇനി ഒന്നും ഓൻ ജനിച്ച ദിവസമാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുഞ്ഞുകുട്ടിയായി തുണി പോയിഞ്ഞ് കിടക്കണ ദിവസമാണ്. പോയാ ആര് പെറുക്കി തിന്നാ? എന്നാ ലാസ്റ്റ് ഉണ്ടാവും താന്ന് കിടന്നിട്ടുണ്ടോ? ഞാൻ തിരിച്ചു ചോദിച്ചോണ്ടല്ലോ. ഞാൻ പെറുക്കി തിന്നാ എനിക്കറിയില്ല. അതാ ഉള്ള പീസ് നോക്കി തിന്നു നോക്കും മോനോ. ഇപ്പൊ പീസ് അതിലേക്ക് എടുക്കണേ. ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ബാക്കില് എക്സ്റന്റെ സീറ്റ് ഒക്കെ ടോർച്ച് അടിച്ചാൽ മതി. എക്സ്റ ഇട്ടു. എങ്ങനെയുണ്ട്? വെറുതെ അസുഖത്ത് എന്നോട് പറയണം ഉമ്മ നിങ്ങൾ ഉണ്ടാക്കിയ മൈക്ക് ആവൂലല്ല. എല്ലാം കിട്ടും. നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് കിട്ടൂലമ്മ.
हो जाएगा करी इतने से और सालना चाहिए हाँ ആ അണ്ടി മുതിരി എനിക്ക് കിട്ടിയില്ലട്ടാ. ആർക്കും കിട്ടിയില്ല എവിടെ പോയി കിട്ടിയില്ല. അല്ല ഞാൻ തിരക്കാൻ ചോദിച്ചാ നിസ്കരിച്ചിട്ടാണ് മുമ്പ് കഴിക്കണ്ട അത് ഇതാ നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കാറുള്ള ആളാണത്. തിന്നോളി 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 ജസ്റ്റ് ഞാൻ കഴിച്ചാണ്ട് വീട്ടില് തിന്ന്. മുമ്പിൽ ഇങ്ങനെ വെച്ചിക്കാണ്ട് മുമ്പേ തിന്നാക്കാൻ തിന്നാക്കാൻ പറ്റുമോ അത്? ഇതാരട്ടെ ഞാൻ ഇങ്ങനെ തിന്നുമ്പോ തിന്നാ. എന്നാ നമ്മൾ തിന്നാ ആ. ഞങ്ങൾ തിന്നിട്ട് വരട്ടാ. ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് കുട്ടിമോന്റെ. മുമ്പ് തലി കയറിയതാണ്. ഇരിക്കടാ ചോറ് ഇത് ഭക്ഷണം കഴിച്ചോടി. അല്ല കാര്യം പറയണ്ടാ. കാര്യം പറഞ്ഞാ എനിക്ക് പറയാൻ എന്താ അറിയോ ഈ ഇങ്ങനെ ഉണ്ടാകരുത് എന്നാണ്. അതായത് ഉണ്ടാക്കി ഇങ്ങനെ ഞങ്ങൾ പെരും തീറ്റുന്ന ഞാനും മോനൊക്കെ തടിച്ചു. മോനോ ടേസ്റ്റാണ് ഒന്ന് തൊള്ളിച്ചിട്ടുള്ളൂ നമ്മള് തിന്നി. എങ്ങനെ നീ തിന്നാനും കാര്യം പറയൂട്ടി മോനെ. സത്യം പറയണേ ഇത് എല്ലാ വീടുകളും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആരും വീടുകൾ നിസ്സാരാക്കില്ല. ഉണ്ടാക്കണവരുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്ന കുറവായിരിക്കും. പക്ഷെ ഉണ്ടാക്കാത്തവര് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് വന്നാൽ ഇത് എന്തായാലും നിങ്ങൾ ഈ കറിയും ഇതുപോലെ ഇടിയപ്പം ഈ നൂൽപുട്ടും നിങ്ങൾ ഉണ്ടാക്കണം പ്ലീസ്. അടിപൊളിയാണ്, ഒന്നും പറയല്ല. ഈ 20 കൊല്ലത്തിൽ ഞാൻ ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. കഴിച്ചിട്ടില്ല കണ്ടില്ല. പറഞ്ഞു 20 എന്നായി? 20 അല്ല ഇങ്ങോട്ട് കൊട്ടിലൂടെയുള്ളത്. ഷോർട്സിലാണ്. അപ്പൊ നമ്മള് കഴിക്കട്ടാ. ഇവിടെ തിരിക്കും ചെയ്യാട്ടാ. ആ ഇതാണ് അവിടെ തിരിച്ചുകൂടാ. ഇവിടെ അല്ലല്ല പൊന്നില്ലാന്നല്ലോ പറഞ്ഞേ. അപ്പൊ ഒരു ചെറിയ കേക്ക് വന്നിട്ടുണ്ട് ഇല്ല മോളെ, ചെറുത്. അപ്പൊ ജസ്റ്റ് ഇതാ അത് ജസ്റ്റ് ഒന്ന് മുറിക്കാം. കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ വേദന സഹിച്ച ദിവസവും വേദന ആസ്വദിച്ച ദിവസം അല്ലേ. പിന്നെ ഇതിന്റെ പുറമേന്ന് വെച്ചാല് ഇവരെ ഏറ്റവും വലിയ കാക്കാന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഉണ്ട്. അതിവിടെ അപ്പൊ കുഞ്ഞനും ഹാപ്പി ബർത്ത്ഡേ അല്ലേ. ഓക്കെ, ഓന് രണ്ടാളും ബർത്ത്ഡേ ആണ്. അപ്പൊ രണ്ടാൾക്കും കൂടി വേണ്ടിട്ട് ഇതാണ് മുറിക്കാൻ പോവാണ് അല്ലേ. എന്നായിക്കോട്ടെ, എന്നാ മുറിച്ചോ. മാളെ നിന്ന് കൊടുക്കുക. ഞാൻ നിൽക്കില്ല, എങ്ങനെ മുറിച്ച് അൽമാസിന് ഞാൻ ചോട്ടി മടിച്ച് ദിസ്ഥാണെന്ന് പ്രസവിക്കണ നേരത്തെ അൽമാസ് നെയ്സ് എന്തോ പരിശോധിക്കാൻ എന്തിനാ വന്ന നേരത്തെ ഞാൻ ഉണ്ടായിന് നെഞ്ഞത്തൊക്കെ ഒരു ചോട്ട് കൊണ്ടിട്ട് അത് ദിസ്ഥാണെന്ന്. അപ്പൊ ഞങ്ങള് മക്കളെ ഈ കേക്ക് മുറിക്കാൻ പോണ്. അപ്പൊ 17 വയസ്സായി നമ്മുടെ കുട്ടിമോൻക്ക്. അൽഹംദുലില്ലാ ഇനി ഇവിടുന്ന് അങ്ങോട്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ്സും ആരോഗ്യം നൽകട്ടെ അല്ലാഹു. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, നമ്മളെല്ലാം മക്കൾക്കൂട്ടാ. അപ്പൊ ഈ കേക്ക് ഞങ്ങൾ ബിസ്മില്ലാഹിൽ ഞങ്ങൾ മുറിക്കാൻ പോവണേ. ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതൊരു കേക്ക് മുറി അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. കുട്ടികളുടെ സന്തോഷത്തിനൊരു മുറി അത്രേ ഉള്ളൂ. ഇല്ല അപ്പൊ ഇല്ലേ വേണോ പറഞ്ഞ മാതിരി ഒരു ഉമ്മടുത്ത 17 വയസ്സായിന്റെ
അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഈ മോനെ ഞാൻ കൊടുക്കട്ടെ. കുട്ടാപ്പൂനൊക്കെ വേണ്ട. അപ്പൊ ഇത് എല്ലാവർക്കും ഓരോ കഷ്ടം കൊടുക്കുക. ഉമ്മമാക്ക് എല്ലാവർക്കും ഉമ്മമാക്ക് അവിടെ നിന്ന് വരാൻ വയ്യാത്തോണ്ട് വിളിച്ചിട്ടില്ല. ഉമ്മമാനെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വിളിച്ചിട്ടില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ? പറഞ്ഞ മോനും പൊന്നും അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ? അടിപൊളിയായി. പൊന്നും മോനും ഇവിടെ ഉണ്ട്, അവിടെ നമ്മളെ മക്കളെ കൂടെ ജീവിക്കാനുള്ള ആഫിയത്തും ആരോഗ്യം തരട്ടെ. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ് ഷെയർ ചെയ്യോണ്ടി കേട്ടോ, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും കുട്ടീനെ നോക്കട്ടെ.